ദിവസത്തിൽ അന്നതാ ഒരു സംഘം റാഫിളിയാക്കൾ 2 കൊട്ടയുമായി ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിന്റെ മുന്നിൽ വന്നു. 2 കൊട്ട കൊണ്ടുവന്നു വെച്ചിട്ട് ആ 2 കൊട്ടയും ശരിക്ക് തുന്നിപ്പിടിപ്പിച്ച് ഭദ്രമാക്കി തുറക്കാൻ കഴിയാത്ത വിധത്തിൽ ശരിക്കും അവർ പൂട്ടി വെച്ചിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ അവർ ഓട്ട വെച്ചിട്ടുണ്ട് ഉള്ളിലേക്ക് കാറ്റ് കടക്കാൻ വേണ്ടി. എന്നിട്ട് അവർ വന്നിട്ട് പറഞ്ഞു, 2 കൊട്ട കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു, കുല്ലനാ മാ ഫീ ഹാതൈനിൽ ഖുഫതൈൻ, ഈ 2 കൊട്ടകളിൽ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തരണം. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. ആ കൊട്ടയിൽ ഒന്നിന്റെ മേലെ കൈവച്ചിട്ട് പറഞ്ഞു, ഫീ ഹാദിഹി സബിയ്യുൻ മുഖഅദുൻ, ഈ കൊട്ടക്കകത്തുള്ളത് തളർവാദം ബാധിച്ച ഒരു കുട്ടിയാണ്. മകൻ അബ്ദുർ റസാഖുൽ ജീലാനി തങ്ങളെ വിളിക്കുന്നു. ഷെയ്ഖ് ജീലാനി തങ്ങൾ, മോനെ അടുത്ത് വാ, ഈ കൊട്ടയൊന്ന് തുറക്കൂ, എന്നിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കൂ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന്. ആ കൊട്ട തുറന്നപ്പോൾ ശരിയാണ്, നടക്കാൻ കഴിയാത്ത ഒരു 2 കാലിനും സ്വാധീനമില്ലാത്തൊരു കുട്ടിയാണ് ആ കൊട്ടയുടെ അകത്തുള്ളത്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ആ കുട്ടിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഖും, എഴുന്നേറ്റ് നിൽക്ക്. കുട്ടി അങ്ങ് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് നടന്നങ്ങ് പോയിക്കോ. ഇതുവരെ നടക്കാത്ത കുട്ടിയെ നടത്തിക്കൊണ്ട് റാഫിലികൾക്ക് മുന്നിൽ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇൽമിന്റെ ആഴവും ബഹുമാനവും കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു തആല ഉലമാഇന് നൽകുന്ന കറാമത്ത് അത് മറ്റുള്ള ആളുകൾക്ക് വലിയ നവോത്ഥാനമാണ്. പ്രതികൂലികൾക്കും അനുകൂലികൾക്കും വലിയ സന്തോഷമാണ്. പ്രതികൂലികൾ അവരെ മനസ്സിന്റെ തെറ്റുകൾ തിരുത്തിയിട്ട് നന്നാകും. അനുകൂലികളോ അവരെ ഈമാനും ഇഖ്ലാസും ഒന്നുകൂടി വർദ്ധിക്കും. നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ അവർ അടിയുറച്ചു നിൽക്കും. ഇതിനാണ് ഉലമാഇന് ഔലിയാഇന് അല്ലാഹു കറാമത്ത് നൽകി ആദരിച്ചത്. അതിന്റെ തത്വങ്ങൾ പ്രധാനമായും ദീനിന്റെ പ്രസരമാണ് ലക്ഷ്യമുള്ളത്. ഷെയ്ഖ് ജീലാനി തങ്ങൾ മറ്റേ കൊട്ടയുടെ മുകളിൽ കൈവച്ചിട്ട് പറയുന്നു, ഫീ ഹാദിഹി സ്വബിയ്യുൻ ലാ അഹത ബിഹി, ഈ കൊട്ടയിൽ ഒരു അസുഖവും ഇല്ലാത്ത കുട്ടിയാണുള്ളത്. ഒരു അസുഖമുള്ള കുട്ടിക്ക് ഒരു രോഗവുമില്ല. നിങ്ങൾ എന്നെ പരീക്ഷിക്കാൻ കൊണ്ടുവന്നല്ലേ. മകനോട് പറഞ്ഞു, മോനെ ആ കൊട്ട തുറക്കൂ. കൊട്ട തുറന്നപ്പോൾ ആ കുട്ടി എഴുന്നേൽക്കാൻ പറയാതെ തന്നെ എഴുന്നേറ്റു. നടക്കാൻ പോയപ്പോൾ ഷെയ്ഖ് ജീലാനി തങ്ങൾ ആ കുട്ടിയുടെ തലക്ക് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോഴത് ഇരിക്ക്, ഇനി മുതൽ അങ്ങ് ഇരുന്ന് ജീവിച്ചാൽ മതി. പിന്നെ നടത്തം നിലച്ചു. ഇതുകൊണ്ട് എന്താ ഉണ്ടായത്? ഫതാബു അനിർ റഫ്ലി, റാഫിലിസം എന്ന് പറയുന്ന ബിദ്അത്തിൽ നിന്ന് അവർ പശ്ചാത്തപിച്ചു മടങ്ങി. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു മുന്നിൽ വന്നവർ തൗബ ചെയ്തു. ഈ ഗംഭീരമായ സദസ്സിൽ കണ്ട ഈ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ അന്നത്തെ സദസ്സ് പിരിയുമ്പോ 3 ആളുകൾ അവിടെ മരിച്ചു വീണത് കാണാം. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ബഹുമാനങ്ങൾ സ്വീകരിച്ചു. അല്ലാഹ്, ഇനി ദുനിയാവിൽ ഞങ്ങൾക്ക് ജീവിതം വേണ്ട, ഞങ്ങളെ തൗബ നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാകട്ടെ ഞങ്ങളുടെ മരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അവർ ദുആ ചെയ്തതിന്റെ ഫലമായി അള്ളാഹു മരണം നൽകിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഇൽമു കൊണ്ട് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു വരുത്തിയ മാറ്റങ്ങൾ ചെറുതല്ല. ഉലമാഇനെ നന്നായി ബഹുമാനിക്കണം, ഉലമാഇന് വലിയ പിന്തുണ നൽകണം. ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു വലിയ ബഹുമാനം കൊണ്ട് കേളികേട്ട കറാമത്ത് കൊണ്ട് കേളികേട്ട മഹാനവറുകളാണ്. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഏകദേശം ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ച് ആ മഹാനുഭാവന്റെ ബഹുമാനം സമ്മതിച്ച മഹാനാണ്. ഉമ്മു അബീദ ഗ്രാമത്തിൽ വെച്ച് ശിഷ്യന്മാർക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ദർസിനിടയിലാണ് തല ഇങ്ങനെ ചാച്ചിയിട്ട് പറഞ്ഞത്, താഴ്ത്തി വെച്ചിട്ട് പറഞ്ഞത്, ഉഹൈമിദു മിൻഹും, ഈ ചെറിയ അഹ്മദും അവരിൽപ്പെട്ട ആളാണ്. ഉഹൈമിദു മിൻഹും, ഈ ചെറിയ അഹ്മദും അവരിൽപ്പെട്ട ആളാണ്. ശിഷ്യഗണങ്ങൾ ചോദിച്ചു, എന്താണ് ഉസ്താദേ? ഇന്ന് ബഗ്ദാദിൽ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ഇതിനോടുകൂടി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ സമ്മതപ്രകാരം, അനുവാദപ്രകാരം, ഖദമീ ഹാദിഹി അലാ റഖബതി കുല്ലി വലിയിൻ, അള്ളാഹു എനിക്ക് നൽകുന്ന സ്ഥാനം ഇനി ശേഷം വരാനിരിക്കുന്ന എല്ലാ ഔലിയാക്കളുടെയും മുകളിലാണ്. ആ
വിഷയം പറഞ്ഞപ്പോഴേക്ക് തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഔലിയാക്കൾ അത് സമ്മതിച്ചുകൊണ്ട് തലതാഴ്ത്തി കൊടുത്തിട്ടുണ്ട്. ഞാനും അതിൽപ്പെട്ട ആളാണ്, ഞാനും ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. പുറത്തുള്ള ധാരാളം അദൃശ്യ ലോകത്തുള്ള പണ്ഡിതന്മാരും അങ്ങനെ സമ്മതിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഞാനതിന് സമ്മതം പറഞ്ഞതാണ്. ആ മഹാനുഭാവന്റെ ഒരു വസിയ്യത്ത്, അള്ളിമൂ ശഅനൽ ഫുഖഹാഇ വൽ ഉലമാ, പണ്ഡിതന്മാരുടെയും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെയും ബഹുമാനം നിങ്ങൾ നന്നായി സ്വീകരിക്കണം. കതഅളീമുകും ശഅനൽ ഔലിയാഇ വൽ ഉറഫാ, ആത്മജ്ഞാനികളെ നിങ്ങൾ ബഹുമാനിക്കും പോലെ ഉലമാഇനെ ബഹുമാനിക്കണം. പണ്ഡിതന്മാരെ നന്നായി ബഹുമാനിക്കണം. ഓരോ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരെയും ബഹുമാനിക്കണം. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഫൈന്ന ത്വരീഖ വാഹിദുൻ, ഔലിയാക്കളുടെയും ഉലമാഇന്റെയും ത്വരീഖ് ഒന്ന് തന്നെയാണ്. രണ്ടും രണ്ട് ത്വരീഖല്ല, രണ്ട് ത്വരീഖും ഒന്നാണ്. വഹഉലാഇ ഖുറാത്തു ളാഹിരി ശരീഅത്തി വഹമലത്തു അഹ്കാമിഹാ, ഈ ഫുഖഹാഉം ഉലമാഉമില്ലേ, അവർ ശരീഅത്തിന്റെ ളാഹിറു ശരീഅത്തിന്റെ വാഹകരാണ്, അനന്തരഗാമികളാണ്. അവരെ നന്നായി ബഹുമാനിക്കണം. അവരാ ശരീഅത്തിന്റെ ഇൽമു ജനങ്ങൾക്ക് പഠിപ്പിക്കുന്നു. ആ ശരീഅത്തിലൂടെ അല്ലാഹുവിലേക്ക് ജനങ്ങളെ ബന്ധിപ്പിക്കുന്നു. ഇതിലാ ഫായിദത ബിസ്സഈ വൽ അമലി അലാ ത്വരീഖിൽ മുഗായിരി ലിശ്ശറഈ, ശറഈനോട് എതിരായ, ശരീഅത്തിനോട് എതിരായ ഒരു വഴിക്കും ഒരു നേട്ടവുമില്ല. ശരീഅത്ത് സ്വീകരിക്കാതെ ചുളിഞ്ഞ വഴികൾ സ്വീകരിച്ച് കുടുങ്ങുന്ന ഒരുപാട് സാധുക്കളുണ്ട്, സഹോദരങ്ങളും സഹോദരിമാരും. അള്ളാഹു അവർക്ക് ഹിദായത്ത് ഏറ്റി കൊടുക്കട്ടെ. ഞാൻ ദിക്ർ സ്വീകരിച്ച ശേഖ് എന്നോട് പറഞ്ഞ, റമളാൻ മാസത്തിൽ ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ആളുകൾ കാണാതിരുന്നാൽ മതി, ജനങ്ങളുടെ കണ്ണിൽ നിന്നൊന്നും മറഞ്ഞ രൂപത്തിൽ. അപ്പൊ പിന്നെ റമളാൻ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ വെടിഞ്ഞ് നല്ല മാർഗത്തിൽ എങ്ങനെ ജീവിക്കുക, അതുകൊണ്ട് അന്നപാനീയങ്ങളൊന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് ഒരു ശേഖ് പറയുമ്പോൾ ഇൽമു കുറഞ്ഞ സാധുക്കൾ അത് സ്വീകരിക്കുകയാണ്. ആ ശേഖാണല്ലോ ദിക്ർ തന്നത്, ആ ശൈഖാണല്ലോ എനിക്ക് ഉപദേശം തന്നത്. രാത്രി സ്വപ്നത്തിൽ വന്ന് എന്നെ വിളിച്ചുണർത്തിയത്. എത്ര സ്വപ്നത്തിൽ വന്ന് വിളിച്ചുണർത്തിയാലും ശരീഅത്തിന് എതിരായ ഒരു വിഷയമാണ് ഒരു ശൈഖ് പറയുന്നത്, അപ്പ സലാം പറഞ്ഞേക്കണം, അസ്സലാമു അലൈക്കും, ഇനി നാളെ പിന്നെ കാണാം. നിങ്ങൾ നന്നായിട്ട് ശരീഅത്തൊക്കെ ഉൾക്കൊള്ളുന്ന സമയത്ത് കാണാം. പിന്നെ ആളെ പിന്നാലെ കൂടിപ്പോയാൽ എല്ലാ വിശ്വാസങ്ങളും പിഴച്ചു പോകും. അതുകൊണ്ടാണ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ശരീഅത്തിനോട് എതിരായ ഒരു അധ്വാനത്തിനൊരു നേട്ടവുമില്ല, ഒരു കർമ്മത്തിനും ഒരു കാര്യവുമില്ല. നമ്മുടെ ഉലമാ തള്ളിയ ഒരു വിഭാഗം, പേരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അവരെ വിഷയം നോക്ക് നിങ്ങൾ. അവര് പറയുന്നു, ഖുർആനൊന്നും സാധാരണ എല്ലാവരും ഓതുന്നത് പോലെ ആഴ്ചയിലും രണ്ടാഴ്ചയിലും മാസത്തിലും ഖത്മോദി തീർക്കേണ്ട ഒന്നല്ല. സുബ്ഹാനല്ലാഹ്, 40 ദിവസം ഖുർആനിന്റെ ഖത്മ് പിന്തിക്കുന്നത് കറാഹത്താണെന്ന് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നു. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആ മസ്അല പഠിപ്പിച്ചു തരുന്നു. ഇങ്ങനെ ഖുർആൻ ഖത്മ് തീർക്കണമെന്ന് പറയുമ്പോൾ പുതിയ വാദക്കാരായ കക്ഷികൾ പറയുന്നു, ഖുർആൻ അങ്ങനെ ഓതേണ്ട ഒന്നല്ല. അപ്പൊ കേൾക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്നു, പിന്നെ എങ്ങനെ ഓതണം? ഖുർആനിന്റെ അന്തർധാരകളൊക്കെ മനസ്സിലാക്കി അർത്ഥങ്ങളൊക്കെ ഉൾക്കൊണ്ട് നല്ലോണം ചിന്തിച്ച് മനസ്സിലാക്കി ഓതണം. എന്നിട്ട് ക്ലാസ് എടുക്കുന്ന വിദ്വാൻ പറയാൻ, ഞാൻ അയാളെ വിദ്വാൻ എന്ന് വിളിക്കാനേ ഇഷ്ടപ്പെടുന്നുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ ജനങ്ങളോട് പറയാൻ പാടില്ല, ഖുർആൻ ഓതണ്ട, ഖത്മ് തീർക്കണ്ട എന്ന് ആളുകളോട് പറയേണ്ടത്. ധാരാളം ഖത്മ് തീർക്കാനല്ലേ പറയേണ്ടത്, എന്നും ഖുർആൻ ഓതാനല്ലേ പറയേണ്ടത്. ഖുർആനിന്റെ ആദാബുകളൊക്കെ വിശദീകരിച്ച് ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട് ഇമാം നബി റളിയല്ലാഹു അൻഹു, അത്തിബിയാൻ ബിആദാബി ഹമലത്തുൽ ഖുർആൻ. അതിൽ മഹാനവറുകൾ പറയുന്നു, മുൻഗാമികൾ ഖുർആൻ ഖത്മ് തീർത്ത ദിവസത്തിന്റെ കണക്ക് പറഞ്ഞിട്ട് പറയുന്നു, ഏറ്റവും കൂടുതൽ ഒരു മുഅ്മിനായ മനുഷ്യൻ പരിഗണിക്കേണ്ടത് ഖുർആനിനോടുള്ള ബന്ധമാണ്, ആണും പെണ്ണും. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, സ്വഹാബത്തിന്റെ നിലപാട്, വകാനൂ യക്റഹൂന അൻ യഖ്റുജ യൗമുൻ ലം യുൻദർ ഫിൽ മുസ്ഹഫി, മുസ്ഹഫിൽ നോക്കാത്ത ഒരു ദിവസം കഴിഞ്ഞു പോകുന്നത് സ്വഹാബത്തിന് വെറുപ്പായിരുന്നു. എല്ലാ ദിവസവും അവർ മുസ്ഹഫ് നോക്കി ഖുർആൻ ഓതുന്നവരാണ്.
സഹോദരങ്ങളെ, അത്രയും വലിയ ബന്ധമാണ് ഔലിയാക്കളിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള സ്വഹാബത്തിന്. അപ്പൊ പിന്നെ എല്ലാവരും ഓതും പോലെ ആഴ്ചയിലും മാസത്തിലും ഖത്മൊന്നും തീർക്കണ്ട എന്ന് പറയുന്നത് ആ സ്വഹാബത്ത് സ്വീകരിച്ച ദീനിനെതിരാണ്. താബിയുകൾ സ്വീകരിച്ച ദീനിനെതിരാണ്. തബഉ താബിയുകൾ സ്വീകരിച്ച ദീനിനെതിരാണ്. ഇന്ന് വരെയുള്ള ഉലമാ സ്വീകരിച്ച ദീനിനെതിരാണ്. അത് ഉൾക്കൊള്ളാനും പിൻപറ്റാനും പറ്റില്ല. കേൾക്കുന്ന ആൾക്കാരോട് പറയാണ്, ഞാൻ ഈ സദസ്സിൽ വെച്ച് ഒരായത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല, ആ ആയത്തിന്റെ അർത്ഥങ്ങളെ മനസ്സിൽ ഉൾക്കൊണ്ടല്ലോ, ഇനി ആ ആയത്ത് അങ്ങനെ ഓതിയാൽ മതി. അടുത്ത ആയത്ത് പഠിക്കുമ്പോൾ അതും അർത്ഥം ചിന്തിച്ച് അങ്ങനെ ഓതുക. അങ്ങനെ ആകുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളൊക്കെ പഠിച്ച ഒരാൾ കാലാവധി തീർക്കാൻ വേണ്ടി കാത്തിരുന്നാൽ എന്താണ് അയാൾ ഖത്മൊന്ന് ഓതി തീർക്കുക? അപ്പൊ ചോദിച്ചു ഒരാള്, ചോദ്യമൊക്കെ വരുമല്ലോ, അപ്പൊ നിസ്കാരത്തിൽ ഖത്മ തീർക്കുന്നതോ? അപ്പൊ വിദ്വാൻ പറഞ്ഞു, നിസ്കാരം വേറെ, നിസ്കാരത്തിൽ തീർക്കുക, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. കണ്ടോ നിങ്ങൾ, നേരത്തെ പറഞ്ഞ അല്പജ്ഞാനത്തിന്റെ കൂടെ വീണ്ടും ജ്ഞാനക്കുറവ് കൂടി വരുമ്പോ അങ്ങനെ മറുപടി വരേണ്ടി വരും. ഖുർആന് നിസ്കാരത്തിൽ ഖത്മ തീർക്കൽ ഏറ്റവും ഉത്തമമായ കാര്യമാണ്. അല്ലാത്ത സന്ദർഭങ്ങളിലും ഖത്മ ധാരാളം തീർക്കണം. ഒരു ദിവസം മുസ്ഹഫിലേക്ക് നോക്കാതിരിക്കുക സ്വഹാബത്തിന് വെറുപ്പാണ്. നമ്മളെ പോലെ ഈ സന്ദർഭത്തിലുള്ള കോപ്പി പോലെ കോപ്പികൾ അവരുടെ കാലത്തില്ല. പലതും അവർ എഴുതി വെച്ചതാണ് പലകകളിലും തോലുകളിലും മരക്കഷ്ണങ്ങളിലൊക്കെ. എന്നിട്ടും അത് നോക്കിയിട്ട് ഖുർആൻ ഓതുന്നവരാണ്. ഒരു ദിവസം നോക്കാതെ പോകുന്നത് അവർക്ക് സഹിക്കാൻ പറ്റൂല. അവിടെയാണ് ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നത്, ജനാബത്തുള്ള മനുഷ്യൻ ആണാകട്ടെ പെണ്ണാകട്ടെ ഖുർആനിനോടുള്ള ബന്ധം വിട്ടേക്കരുത്. അവർ ഖുർആനിലേക്ക് നോക്കണം. നാവ് കൊണ്ട് അവർ ഓതരുത്, കൈ കൊണ്ട് സ്പർശിക്കരുത്, ഖൽബിലൂടെ ഖുർആൻ അങ്ങനെ നടത്തണം. എന്നാലും ആ ബന്ധം വിടാൻ പറ്റൂല. ഇത്രത്തോളം വലിയ ബന്ധം വിശുദ്ധ ഖുർആനിനോടൊരു മുസ്ലിമിന് വേണം. ആണിനും വേണം പെണ്ണിനും വേണം എന്ന് പറയുമ്പോൾ എത്രമാത്രം വലിയ ബന്ധമാണ്. ഖുർആനിന്റെ ഖത്മിന്റെ സദസ്സുകൾ തെരഞ്ഞു നടന്നിരുന്ന മഹാനുഭാവനല്ലേ ബഹുമാനപ്പെട്ട സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. മക്കളെയും കൂട്ടിയിട്ട് ഖത്മുൽ ഖുർആനിന്റെ സദസ്സിൽ പോയി സംബന്ധിച്ച് പ്രാർത്ഥന നടത്തുമായിരുന്നു. കാരണം ഖുർആൻ ഖത്മ തീർക്കുന്ന മജ്ലിസ് ദുആഇന് ഉത്തരമുള്ള മജ്ലിസാണെന്നതിൽ സംശയമില്ല. അങ്ങനത്തെ ജൽപ്പനങ്ങളാണ് പുതിയ പുതിയ ആളുകൾ ഇങ്ങനെ കണ്ടെത്തി പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ പോയി പെടുകയാണ് സാധുക്കളായ കുറെ ആളുകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമിന്റെ മേഖലയിൽ നമ്മൾ ഉണർന്നു നന്നാകണം. ധാരാളം ഇൽമു പഠിക്കണം. ആ ഇൽമു കൊണ്ട് നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നന്നാക്കണം. നമ്മുടെ കുടുംബത്തെ നന്നാക്കണം, സമൂഹത്തെ നന്നാക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഉലമാക്കളുടെ ഇൽമിന്റെ വിജ്ഞാനത്തിന്റെ അതിൻ്റെ പ്രചരണത്തിനും പ്രസരണത്തിനുമുള്ള മാർഗങ്ങൾ വർദ്ധിക്കുന്നത് കൊണ്ട് നമ്മുടെ നാടിന് എന്നും സമാധാനമാണ്. നിറയെ നിൽക്കുന്ന ഉലമാ പണ്ഡിതന്മാർ മുതഅല്ലിമുകൾ അവരെപ്പോഴും വലിയ സന്തോഷമാണ്. ആ മുതഅല്ലിമുകൾക്ക് ഉലമാക്കൾക്ക് ഖിദ്മത്തെടുത്ത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖൈറാകുന്ന പ്രവർത്തനങ്ങൾ നടത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ധാരാളം ഇൽമു ശിഷ്യന്മാർക്ക് കൈമാറിയിട്ട് ആ ഇൽമു മുറുകെ പിടിച്ച് ജീവിക്കാൻ പറഞ്ഞതുപോലെ എല്ലാ കാലഘട്ടത്തിലുമുള്ള ഉലമാക്കൾ അവരവരവരുടെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഇൽമ് അനുധാവനം ചെയ്ത് ജീവിക്കണമെന്നും ഈ ഇൽമിന് എതിരായിട്ടുള്ള വാഗ്വാദങ്ങളും വിഷയങ്ങളും വരുമ്പോ സലക്ഷ്യം സമർത്ഥിച്ച് ഗണ്ണിച്ച് അള്ളാഹുവിന്റെ ദീന് നിലനിർത്തണമെന്നും പണ്ഡിതന്മാര് നമുക്ക് നൽകിയ നിർദ്ദേശമാണ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ആകട്ടെ, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ആകട്ടെ, മറ്റു അഖ്താബുകളും അയിമ്മത്തുകളുമൊക്കെ അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമ് നന്നായി പഠിച്ച് അടുത്ത സമൂഹത്തിനത് കൈമാറണമെന്ന് ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുമ്പോ ഈ ദീനിൽ ഇല്ലാത്തത് കൂട്ടിക്കടത്തിയിട്ട് ആളുകൾ വരുമ്പോ നിങ്ങൾ ശക്തിയുക്തം പ്രതിരോധിക്കണം. നിങ്ങൾക്കുള്ള സഹായം അള്ളാഹുവാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ടൊരു മടിയും നിങ്ങൾക്ക് ഉണ്ടാകരുത്.
വരാറുണ്ട്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അഹ്ലുൽ ഇൽമ് ഇവിടെ വലിയ നവോത്ഥാനം നടത്തിയവരാണ്. അള്ളാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിച്ച് അറിവില്ലാത്ത കാര്യങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത് അവരെ ഈമാനും ഇഖ്ലാസും നന്നാക്കിയെടുത്തു. നന്നാകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഗ്രന്ഥങ്ങൾ അവർ രചിച്ചു തന്നു. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ അദ്കിയ, ഹിദായത്തുൽ അദ്കിയ ഇലാ ത്വരീഖിൽ ഔലിയാ. സുബ്ഹാനല്ലാഹ്, ഏതൊരു സഹോദരനും സഹോദരിക്കും ആത്മീയ മേഖലയിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വലിയ വസിയ്യത്തുകളാണ്. ആ വസിയ്യത്തുകൾ പാലിച്ച് ജീവിതം ക്രമീകരിക്കുന്ന ഒരു മനുഷ്യൻ തെറ്റിപ്പോകാൻ ചാൻസ് ഇല്ല. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ, വൈകുന്നേരം കഴിഞ്ഞിട്ട് രാവിലെ വരെ നിത്യജീവിതത്തിൽ സ്വീകരിക്കേണ്ട മുറകൾ ഒന്നും വിടാതെ മഹാനവറുകൾ എണ്ണി എണ്ണി പഠിപ്പിക്കുന്നു. ആദ്യമായി മഹാനവറുകൾ നമ്മളോട് പറയുന്നത്, അതേ ഈ ചെറിയ ദുനിയാവിൽ അവസാനത്തേക്ക് കാത്തു നിൽക്കാതെ പശ്ചാത്താപ ബോധത്തോടെ ജീവിക്കണം. ഔലിയാക്കളെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്ന, ഉലമാഇന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ സ്വീകരിക്കേണ്ട ആദാബുകൾ എണ്ണിപ്പറഞ്ഞപ്പോ ആദ്യം മഹാനവറുകൾ എണ്ണിപ്പറഞ്ഞത് അത്തൗബത്തു, പശ്ചാത്താപമാണ്. നമ്മളാളുകൾക്ക് പൊതുവെ ഒരു ധാരണ ഉണ്ട്, തൗബ എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സെക്കൻഡിൽ നിർവഹിക്കേണ്ടതാണ്. അല്ല, തൗബ വളരെ നേരത്തെ നിർവഹിക്കേണ്ടതാണ്. തൗബ എത്ര നേരത്തെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും നല്ല സുഖജീവിതം തരുന്നതാണ് അല്ലാഹു തആല പറഞ്ഞത്. റബ്ബിന് നിങ്ങൾ തൗബ ചെയ്യണം. യുമത്തിയുക്കും മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മാ. തൗബ ചെയ്തിട്ട് അല്ലാഹ് നിങ്ങളെ തൗബ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നല്ല സുഖകരമായ ജീവിതം തരും. യുമത്തിയുക്കും മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മാ. നിശ്ചിത അവധി വരെ നല്ല റാഹത്തുള്ള, ഐശ്വര്യമുള്ള, മനസ്സമാധാനമുള്ള, മക്കളിൽ സന്തോഷമുള്ള നല്ല ജീവിതം തരും. അതുകൊണ്ട് തൗബ നേരത്തെ ചെയ്യണം. തൗബയാണ് ആദ്യ പടിയായി മഹാനവറുകൾ പഠിപ്പിക്കുന്നത്. തൗബ ചെയ്തൊരു മനുഷ്യൻ പിന്നീടും തെറ്റിയാലോ, വഴിതെറ്റിപ്പോയാലോ, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാറിപ്പോകണ്ട. ഫൈനിബ്തുലീത ബിഗഫ്ലത്തിൻ ഔ സുഹ്ബത്തിൻ ഫീ മജ്ലിസിൻ ഫതദാറകന്ന മുഖർവിലാ. ഏതെങ്കിലും ഇരിക്കാൻ പറ്റാത്ത ചങ്ങാതിയുടെ കൂടെ നീ പോയിരുന്നിട്ട് അവന്റെ സംസാരം കേട്ടിട്ടോ സമ്പർക്കം കൊണ്ടോ നിനക്ക് വല്ല കേടും വന്നാൽ, അല്ലെങ്കിൽ അറിവില്ലാതെ അശ്രദ്ധയിൽ നീ എങ്ങനെ പോയി പെട്ടാൽ, പെട്ടെന്ന് നിന്റെ മനസ്സിനെ നീ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് പെട്ടെന്ന് തന്നെ നീ പഴയതുപോലെ തൗബ ചെയ്തിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് നീ മടങ്ങണം. ആ തൗബ നല്ല നിലക്ക് നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ ശേഷം പറയുന്നുണ്ട് 9 നിർദ്ദേശങ്ങൾ. ആ 9 നിർദ്ദേശങ്ങൾ നിത്യജീവിതത്തിൽ അനുദിനം അത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയാൽ ഒരു മനുഷ്യനും ഒരു നട്ടവും വരാനില്ല. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മസ്അല മാത്രമല്ല പഠിപ്പിച്ചത്, വിശ്വാസ രംഗത്തുള്ള വിഷയങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്, ആത്മീയ രംഗത്തുള്ള വിഷയങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. സമരമുഖത്ത് എങ്ങനെയാണ് ജ്വലിച്ചു നിൽക്കേണ്ടത് എന്നതിൻ്റെ മാർഗനിർദ്ദേശങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മുസ്ലിമായതിൻ്റെ പേരിൽ നിങ്ങളോട് കലഹം ചെയ്യാൻ ആളുകൾ വന്നാൽ കാണുന്ന മുസ്ലിങ്ങളെ മുഴുവനും തുരത്തി ഓടിക്കാനല്ല, ജീവിക്കാൻ അനുവദിക്കാതെ മുസ്ലിമായതിൻ്റെ പേരിൽ ശത്രുക്കളായ ആളുകൾ രംഗപ്രവേശനം ചെയ്താൽ സമരമുഖത്ത് എങ്ങനെയാണ് ഉറച്ചു നിൽക്കേണ്ടത്, അതിനെന്തെല്ലാമാണ് സ്വീകരിക്കേണ്ടത്, അതിനും മഹാനവറുകൾ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ കാലത്തെ പണ്ഡിതന്മാരെ നടത്തിയ വിപ്ലവങ്ങളാണ്. നമ്മൾ ആ മാറ്റങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഇൽമു നന്നായി സ്വീകരിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലായി മുന്നോട്ട് നീങ്ങണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഇൽമു പഠിപ്പിച്ച് തന്ന ഗുരുനാഥന്മാർ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ.